തീർച്ചയായും അതായത് ഇന്നലെ രാത്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏഴാറ്റുമുഖം ഗണപതി അടക്കമുള്ള ഈ ആനകൾ ഈ ഏഴാറ്റുമുഖം ഗണപതിക്കൊപ്പമാണ് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആന പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണ മൈക്കൂടി വയ്ക്കുന്ന ദിവസവും അതായത് മൈക്കൂടി വെച്ച ഉണ്ടായിരുന്ന ആനയെ പിന്നീട് നമ്മൾ കാണുന്ന സമയത്ത് ഈ ഏഴാറ്റുമുഖം ഗണപതിക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. അന്നും ഈ ഏഴാറ്റുമുഖം ഗണപതി അവിടെ മാറ്റിയതിനു ശേഷമാണ് ഈ മൈക്കൂടി അടക്കം വയ്ക്കാനായത്. ഏഴാറ്റുമുഖം ഗണപതി ഈ ആനക്കൊപ്പം മുഴുവൻ സമയം അതായത് രണ്ട് ആനകളും കൈയിലെടുത്ത് ചാലക്കുടി പുഴ ഒന്നിച്ച് കുറിച്ച് കടന്ന് ആ പുഴയുടെ വെള്ളത്തിലൊക്കെ രണ്ട് ആനകളും ഒന്നിച്ച് നീരാടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇവർ ഈ പ്ലാന്റേഷൻ മേഖലയിലേക്ക് വന്നത്. പക്ഷെ അതിനിടയിൽ ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് വെടിയേൽക്കുന്നു, അതായത് മയക്കുവെടി ഏൽക്കുന്നു. മയക്കുവെടി കുറച്ചു ദൂരം ഈ രണ്ട് ആനകളും ഒന്നിച്ച് നടന്നു വന്നു. അവർ സാധാരണ പോകുന്ന പാതയിലൂടെ നടന്നു നീങ്ങുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ആനകളുടെ ലക്ഷ്യം. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആന മയങ്ങി നിൽക്കുന്നത് ഈ ഏഴാറ്റുമുഖം ഗണപതിയെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയുന്നില്ല. അത് അതിന്റെ മസ്തകം കൊണ്ട് തട്ടി നോക്കുന്നുണ്ട്. എസ്കേൻ, ഇവിടെ നമുക്കിപ്പോൾ ഈ ആനയുടെ ശബ്ദം കേൾക്കാം. അതായത് ഈ ഗണപതി വലിയ രീതിയിൽ ചിഹ്നം വിളിക്കുന്നുണ്ട്, വലിയ രീതിയിൽ ചിഹ്നം വിളിച്ച് ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ആന മയങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് അനങ്ങുന്ന പോലുമില്ല. ഡോക്ടർ ഒരു അരമണിക്കൂറിനുള്ളിൽ ആന അവിടെ നിന്ന് മാറണം എന്നാൽ മാത്രമാണ് ഈ ദൌത്യം കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ സ്വാഭാവികമായും അടുത്ത ഡോസ് അടക്കം കൊടുക്കുന്ന അടക്കം പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വനംവകുപ്പും കണക്ക് കൂട്ടുന്ന ഈ ആന അല്പസമയത്തിനകം തന്നെ ഈ ആനക്കരികിൽ നിന്ന്, അതായത് മസ്തകത്തിൽ മുറിവേറ്റ ആനക്കരികിൽ നിന്ന് ഏഴാറ്റുമുഖം ഗണപതി മാറും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത്. ഡോക്ടർ അജിസക്രി അടക്കമുള്ളവർ മറുതലക്കലിൽ നിൽക്കുന്നുണ്ട്. അവർ ഈ ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന മയങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്ന കാര്യം. മയക്കത്തിലേക്ക് ആന എത്തിയിരിക്കുന്നു. പക്ഷേ ഏറെ വൈകാരികമായ രംഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ മയങ്ങിയ ആന, അതായത് ഒന്നിച്ച് ഇന്നലെ വരെ ഒന്നിച്ച് യാത്ര ചെയ്ത് വീട്ടിലെടുത്ത് വന്ന ഒരു അപകടം ഉണ്ടായ സമയത്ത് ഒരു വന്യമൃഗമാണെങ്കിൽ എത്ര വൈകാരികമായ ആ വന്യമൃഗം അതിന്റെ സ്നേഹം പ്രകടമാക്കുന്നു എന്ന നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം വന്ന ഒരുപക്ഷെ അവർക്കിടയിലെ സുഹൃത്തുക്കളായിരിക്കാം ഈ ആനകൾ. അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ഒരു ആനയ്ക്ക് ഒരു അപകടം പറ്റിയ സമയത്ത് വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നത്